അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ് നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു വേണ്ടല്ലോ, നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവില്ലേ? അതെ ഗൈസ്, ഞാൻ സൗദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളെല്ലാം ആയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. കണ്ടിഷ്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വ്ളോഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. വ്ളോഗെല്ലാം എടുക്കണമെന്ന് വിചാരിച്ചിട്ട് രാവിലെ മുതലേ ഞാൻ ഷൂട്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ഷിസമോക്കിന്ന് വാക്സിനേഷൻ ഡേ ആയിരുന്നു. ആ കരച്ചിലങ്ങ് കണ്ടേരം എൻ്റെ വ്ളോഗ് എടുക്കലങ്ങ് മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് MVKയിൽ വന്നേരാണ് നമുക്ക് വ്ളോഗിൻ്റെ കാര്യം ഓർമ്മ വന്നിട്ടുള്ളത്. പിന്നെ അങ്ങോട്ട് എന്ന് പറയുകയാണെങ്കിൽ തിരക്കേനു. കാരണം കുറേ സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് പിന്നെ വ്ളോഗ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പണി കഴിയൂല. ഈ വ്ളോഗിങ് മാത്രമേ നമ്മളെ മൈൻഡിലുണ്ടാവും. അപ്പോൾ ഫോണെല്ലാം അവിടെ ഒതുക്കി വെച്ചിട്ട് നമ്മൾ വേഗം പണി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അന്നത്തെ ദിവസം മൊത്തത്തിൽ ഓട്ടം തന്നെയായിരുന്നു. രാവിലെ 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രാത്രിക്കത്തെ ഒരു 9 മണിക്കെല്ലാം എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. വാക്സിൻ കൊടുത്തോണ്ട് തന്നെ ഷിസമോളെ കൊണ്ട് കുറച്ച് ഇടങ്ങാറേനു കേട്ടോ. അന്നത്തെ ദിവസം പിന്നെ നമ്മൾ വ്ളോഗൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ പിറ്റേത്തെ ദിവസമായിട്ടുണ്ട്. നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബീഫ്, കല്ലുമ്മക്കായ്, ബ്രെയിന് ഇതെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടുന്ന് അരി സെറ്റാക്കി എടുക്കുന്നുണ്ട്. കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, ചെറിയ ഭാഗങ്ങൾ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. നമുക്ക് കുറേ കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഒരു വൈബാണല്ലോ. അപ്പോൾ ഉമ്മ അവിടുന്ന് ബീഫെല്ലാം ഒന്ന് വേവിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാനിതാ കല്ലുമ്മക്കായ്ക്കുള്ള അരി സെറ്റാക്കി എടുക്കലാണ്. ആദ്യം മഞ്ഞപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കല്ലുമ്മക്കായ് മഞ്ഞക്കടലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ രാത്രിക്ക് ചെറിൻ്റെ ഫാമിലിയിൽ നിന്ന് കുറച്ച് പേര് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അവർക്കുള്ള ഫുഡും അതിൻ്റെ സൈഡിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അത്ര മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ആ സൈഡിൽ ഇങ്ങനെ ഉമ്മ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതാ കൊണ്ടുപോകാനുള്ള ബീഫ് ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്. കല്ലുമ്മക്കായൻ്റെ അരി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫുള്ളൊന്ന് നിറച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഈ ഒരു ബീഫ് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയതാണ് കേട്ടോ. ജസ്റ്റ് ഒരു മീഡിയം വേവിൽ ചെയ്തെടുത്തതാണ്. കല്ലുമ്മക്കായ് ഇതാ ഞാൻ മൊത്തത്തിലൊന്ന് നിറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഉമ്മ മൊത്തത്തിൽ വേവിച്ച് റെഡിയാക്കി എടുക്കും. എന്നിട്ട് തണിഞ്ഞ് എല്ലാം തണിഞ്ഞ് മീൻസ് ഇതിൻ്റെ ചൂടെല്ലാം അറിയതിന് ശേഷം നമ്മൾ കുറച്ചാക്കിയിട്ട് ഫ്രീസ് ചെയ്തെടുക്കാന്ന് കേട്ടോ ചെയ്യാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് തന്നെ വൈകുന്നേരം അയച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നൊന്ന് കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം നമ്മളെ ബിരിയാണിയെല്ലാം ദമ്മിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉമ്മേനാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ ഫ്രൈയും ഉപ്പയാണ് കേട്ടോ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി നമ്മൾ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടേരം ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പാനോട് ചോദിക്കട്ടെ കേട്ടോ, എന്നിട്ട് പറഞ്ഞുതരാം. ഉപ്പ നല്ല കളറിലാക്കിയിട്ട് പൊരിച്ചെടുത്തതാണ്. പിന്നെ അനിയത്തി വന്നവർക്കുള്ള കോഫി റെഡിയാക്കി എടുക്കലാണ്. അവരെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ. അവർ കുറച്ച് ലേറ്റായി പോയി കേട്ടോ വരാൻ വേണ്ടിയിട്ട്. അവർ ലേറ്റ് ആകുന്നതിനനുസരിച്ചിട്ട് നമ്മളെ സാധനം എടുത്ത് വെക്കലും ലേറ്റ് ആകുന്നുണ്ടേനു കേട്ടോ. കാരണം ഒന്നും എടുത്ത് വെച്ചിട്ടില്ല, എല്ലാം ഫുള്ള് മെസ്സായിട്ടാണ് എന്നിട്ടുള്ളത്. ഒരു കാര്യത്തിനെടുത്ത് വെച്ചിട്ടില്ലേനു. കാരണം എന്തോ ഒരു ഇതിലേനു കേട്ടോ ഞാൻ ഉള്ളത്. പോവണോ വേണ്ടോ എന്നുള്ള ഫുൾ കൺഫ്യൂഷനേനു. പിന്നെ ഇവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായി. അതുകൊണ്ടാണ് പിന്നെ പോകാമെന്നുള്ളൊരു പ്ലാൻ ലാസ്റ്റ് ഇട്ടത്. പിന്നെ എനിക്കാണെങ്കിൽ മാർച്ചിൽ പോകാൻ ആവില്ല, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകുന്നതാണ് കേട്ടോ. മാർച്ചിൽ പോകാൻ പറ്റാത്തതിൻ്റെ റീസണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞുതരാം ഇൻഷാ അല്ലാ. പിന്നെ അപ്പോൾ നമ്മളെ കല്ലുമ്മക്കായും ബിരിയാണിയും ഇതെല്ലാം വിളമ്പി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവരെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ. അവരൊരു 8 മണി 8:30 എല്ലാം ആകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ഫുഡെല്ലാം വിളമ്പിയിട്ടുണ്ട്. ഇനി അവർ പോയിട്ട് വേണം നമ്മളെ ഡ്രസ്സ് പാക്കിങ്, പിന്നെ പെട്ടികെട്ടൽ ഇതെല്ലാം നാളെ രാവിലെ ഒരു 10 മണിയല്ല, ഒരു 11:30-12 മണിക്കേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഫുഡെല്ലാം കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാണാം. നമ്മൾ പോകുന്നത് ഉമ്മക്ക് ഭയങ്കര സങ്കടം. പോകുന്നത് കൊണ്ടുള്ള 2 വാക്ക്.
പറ. എനിക്ക് ഭയങ്കര സങ്കടമാകുന്നു. കഷ്ടപ്പെടുന്നു ഇങ്ങനെ പോലുണ്ട്. അവരാടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ കിച്ചണിലെ നമ്മളെ കലാപരിപാടികളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ബ്ലറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവരോടെല്ലാം നമ്മൾ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര വിഷമാലേ സങ്കടമാലേ എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് വെറുപ്പിക്കലാന്ന് കേട്ടോ. അനിയത്തി ആടുന്ന് കിരികിരിയാക്കുന്നുണ്ട്. അതൊന്നും മൈൻഡാക്കണ്ട കേട്ടോ. അപ്പോൾ അവരെല്ലാം ഫുഡെല്ലാം കഴിച്ചതാ പോയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10:15 ആ ഒരു ടൈമെല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി സെറ്റാക്കി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കലാണ് കേട്ടോ. ഇന്ന് കുറച്ച് ലേറ്റായി പോയിട്ടാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ, നമ്മളെ ശിതമോൾ തന്നെ വാക്സിൻ കൊടുത്തുകൊണ്ട് തന്നെ ഭയങ്കര കരച്ചിലേനു കേട്ടോ. കുറച്ച് സമയം ഉറങ്ങും, ബാക്കി ഫുൾ ടൈം കരച്ചിൽ. അപ്പോൾ അങ്ങനെ അപ്പോൾ അവരെല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ പണി എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ബീഫ് കല്ലുമ്മക്കായി ഇതെല്ലാം പാക്ക് ചെയ്യലാണ്. പാക്ക് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. കാരണം എന്താ പറയുക, കാരണം ഒന്നുമില്ല, ഇതൊക്കെ തന്നെ ഇതൊരു പണിയാണല്ലോ. അപ്പോൾ ഞാനും ഉമ്മയും ഇപ്പുറം വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും എൻ്റെ വീട്ടിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഞാനും ഉമ്മയും ഇപ്പുറം വന്നിട്ട് പിന്നെ ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുക്കലാണ്. ഞാനിങ്ങനെ കുറച്ചായിട്ട് പാക്ക് ചെയ്യുന്നുണ്ട്. ഉമ്മ അവിടുന്ന് റബ്ബർ ബാൻഡ് ഇങ്ങനെ ചുരുട്ടി കെട്ടുന്നുണ്ട്. എന്നിട്ട് ഫ്രീസ് ചെയ്യാന്നിട്ടാണ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബീഫ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ പൊരിക്കാനുള്ള ബീഫ് ഫ്രൈ ആക്കിയിട്ട് കൊണ്ടുപോകുന്നില്ല, കാരണം ഞാനല്ലേ പോകുന്നത്. അവിടെ പോയിട്ട് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അവിടെ ജെറിൻ്റെ ഫാമിലി ഉണ്ട്, ഉമ്മയും ഉപ്പയും അവിടെ ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ ഇങ്ങനെ ഞാൻ കേട്ടോ കൊണ്ടുപോകുന്നത്. പിന്നെ കറി വെക്കാനുള്ള ബീഫും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അവിടെയുള്ള 2-3 ആൾക്കാർക്ക് ബീഫ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. ഞാൻ ഇങ്ങനെ ടൈം ലാപ്സിലിട്ടിട്ട് വീഡിയോ എടുക്കലാന്ന് കേട്ടോ. വീഡിയോ എടുക്കാനും എന്നൊക്കെ വലിയ മൂടില്ലേനും, പക്ഷെ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ വീഡിയോ എടുത്താൽ മതിയേനു എന്ന് വിചാരിക്കും. അതുകൊണ്ട് എടുക്കുന്നതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ ഇതെല്ലാം ഇടുന്ന് സെറ്റാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കല്ലുമ്മക്കായും ഒരു 20-25 വെച്ചിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 2-3 ദിവസത്തേക്ക് ഫുള്ള് റെസ്റ്റ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ കല്ലുമ്മക്കായി കൊണ്ടുപോകാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ സമയം ഒരു 11:30 ആയിട്ടുണ്ട്. എല്ലാം ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏനും ഒരു പശ ഉറക്കില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഉമ്മാൻ്റെ വീട്ടിലാക്കിയിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഒന്ന് ഫ്രീസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലെ വരെ നല്ലോണം ഫ്രീസ് ആയിക്കഴിഞ്ഞാൽ കട്ടിയാവും. പിന്നെ ഞാൻ റിയാദിലേക്കാണ് കേട്ടോ പോകുന്നത്, ദമാമിലേക്ക്. നമ്മളെ ലൊട്ട ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് റിയാദിൽ പോയിട്ട് വേണം നമുക്ക് ദമാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ ദമാമിലേക്ക് നിർത്തലാക്കിയല്ലോ. എന്തിനാ നമ്മൾ ബിലാബിൽ എയർപോർട്ട് എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിച്ച് വരാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മളെ വീട് ഓൾറെഡി ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് പൂട്ടി വെച്ചതേനു കേട്ടോ. പിന്നെ അവരെല്ലാം വരുന്നതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് തന്നെയല്ലേ ഫുഡ് കഴിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വീണ്ടും നമ്മൾ ഓപ്പൺ ആക്കിയതാണ് കേട്ടോ. മൊത്തത്തിലെല്ലാം ക്ലീൻ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടേനു. ഇനി പാക്കിങ് മാത്രമേ ബാക്കിയുള്ളേനു. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 1 മണിയായിട്ടുണ്ട്. എൻ്റെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 1:30 മണിയായിട്ടും എൻ്റെ ഉറങ്ങാത്ത മക്കളെ നിങ്ങൾ കാണൂ ഗൈസ്, കാണൂ. അപ്പോൾ ഒരു വിധത്തിൽ നമ്മൾ കടന്നിട്ടുണ്ട്, കടക്കയിലേക്ക് എത്തിയിട്ടുണ്ട്. 2 മണിയായിട്ടുണ്ട് കേട്ടോ. 2 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെ ഷിസമോൾ ഉറങ്ങിയിട്ടുണ്ട്. മറ്റാൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അതിന് ഉറക്ക് എന്ന് പറയുന്ന സാധനം ഇല്ല കേട്ടോ. അതിനാണ് കൂടുതൽ ഉറക്കില്ലാത്തത്. ബാക്കി രണ്ടും പിന്നെയും സീനില്ല. മേത്ത് കടന്നിട്ടാണെങ്കിലും ഉറങ്ങിക്കോളും. ഇഷയ്ക്ക് തീരെ ഉറക്കില്ല കേട്ടോ. അപ്പോൾ അവരെല്ലാം ഉറക്കിയതിന് ശേഷം ഞാൻ മെയിലാഞ്ചി ഇട്ടിട്ടുണ്ട്. ഏതോ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ട്, നിങ്ങളെങ്ങനെയാണ് ഈ ചെറിയ കുട്ടീനെയും വെച്ചിട്ട് മെയിലാഞ്ചി ഇടുന്നത്. ഞാൻ മേത്ത് കടത്തിയിട്ട് അവരെ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ മെയിലാഞ്ചി ഇടൽ. അല്ലെ പിന്നെ അവരെണീച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലടി ആവുമല്ലോ. അപ്പോൾ ഉണങ്ങുന്നത് വരെ ഞാൻ ഇങ്ങനെ ഫോൺ കൊണ്ട് കളിക്കും. അങ്ങനെയാണ് കേട്ടോ. ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കൂ. അങ്ങനെ നമ്മളെ മെയിലാഞ്ചിയിൽ ഇട്ട് രാവിലെ ആയിട്ടുണ്ട്. രാവിലെ നമ്മൾ ഇടാനുള്ള ഡ്രസ്സെല്ലാം ഒന്ന് അയൺ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. എന്തായാലും പോകാൻ നോക്കുമ്പം കുറേ പാക്കിങ് ബാക്കിയായിരിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇസ്തിരിയെല്ലാം ഇട്ട് റെഡിയാക്കിയതിന് ശേഷം ഞാനിതാ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്, ഉമ്മാൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുന്ന് നല്ല കട്ടൻ ചായയും കുടിച്ച് നമ്മളെ ബാക്കി പണി തുടരാമെന്ന് വിചാരിച്ച്. പെട്ടിയൊന്നും കെട്ടിയിട്ടില്ലേനോ കേട്ടോ. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. പിന്നെ കുറേ നേന്ത്രപ്പഴമെല്ലാം വാങ്ങിയിട്ടുണ്ടേനോ കേട്ടോ. അത്യാവശ്യം കിലോ കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഇതാ ഇഷിയും നെയ്യും കൂടി ഇടുന്ന യാത്ര പറയുന്നുണ്ട്. നെയ്യൂനിന്ന് സ്കൂളുണ്ട് കേട്ടോ. ഓന് സൗദിയിൽ നിന്ന് വന്നിട്ട് ഇന്നാദ്യമായിട്ടല്ല 2-3 ദിവസമായി കേട്ടോ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ വീണ്ടും ലീവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓന് സ്കൂളിലേക്ക് പോയിട്ടുണ്ട്.
പിന്നെ ഇതാ നമ്മളെല്ലാവരും കൂടി വെയിറ്റെല്ലാം ചെക്ക് ചെയ്ത് റെഡിയാക്കിയിട്ട് പെട്ടി കെട്ടലാണ്. പെട്ടി ഒന്നും സെറ്റാകുന്നില്ല കേട്ടോ, കാരണം സാധനങ്ങൾ കൂടുതൽ ഉണ്ടായിപ്പോയി. അപ്പോൾ പെട്ടി ഏകദേശം എന്താ പറയുക എന്തെല്ലാം ആയിപ്പോയി. അങ്ങനെ ഒരുവിധം നമ്മൾ എങ്ങനെയല്ലോ പെട്ടിയിൽ ഉന്തിക്കയറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു 9:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ പെട്ടിയെല്ലാം റെഡിയാക്കിയിട്ട് വണ്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇനി ഇറച്ചിയും ബീഫും, അതായത് ഫ്രീസ് ഐറ്റംസ് എല്ലാം എടുത്ത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പോകാൻ ഇറങ്ങുമ്പം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇത് നമ്മളെ പിയാപ്പിളക്ക് വേണ്ടിയിട്ട് പൊരിച്ചതാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ റിയാദിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള ബീഫും പിന്നെ കല്ലുമ്മക്കായും ഇവിടുന്ന് സെറ്റാവുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് കുടിച്ചിട്ട് നമ്മളെ ബാക്കി പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ച്. പിന്നെ ഏകദേശം നമ്മളെ പോകാൻ വേണ്ടിയിട്ടായി കേട്ടോ. അങ്ങനെ ഇവിടെ കുറച്ച് കാലം കഴിഞ്ഞിട്ടല്ലേ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. മുറ്റത്തേക്കെല്ലാം ഇറങ്ങിയിട്ട് ഒന്ന് ജസ്റ്റ് കണ്ട് നമ്മളിതാ പിന്നെ മാറ്റാൻ വേണ്ടിയിട്ട് പോക്കാന്ന് കേട്ടോ. കുളിച്ചൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പോക്കാന്ന്. പിന്നെ ഇത് ജെറിൻ്റെ ഉപ്പാൻ്റെ അനിയനാണ് കേട്ടോ. നമ്മൾ സൗദിയിലേക്ക് പോകുമ്പം ഇവരെ വിളിച്ചൊരു ദുആ ചെയ്യൽ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇത് കിട്ടലില്ല, ഒരു തൃപ്തി ആവലില്ല. അപ്പോൾ അതും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓർ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. ഒരിക്കൽ നമ്മൾ സുബഹിക്കൊരു 4 മണിക്ക് പോകേണ്ട ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ഒരു ടൈമും ഇവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ വന്ന് ഒരു ഫാത്തിയെല്ലാം വിളിച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു തൃപ്തി ഉണ്ടാവലുള്ളൂ. ഓരോരാളെ വിശ്വാസം അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പുറം പോയി ഒരേ പറഞ്ഞുകൊണ്ടിരിക്കൽ ചോറ് തിന്നിട്ട് പോകും 3 മണിക്കല്ലേ ഫ്ലൈറ്റ് എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സംസാരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പുറം പോയി കുറച്ച് ചോറും തിന്നിട്ട് ഇതായിപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ ജസ്റ്റ് മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ലിറ്റിൽ മേക്കപ്പ്, കാരണം കൂടുതൽ യാത്രയാണല്ലോ, മേക്കപ്പ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, നമ്മൾ നിക്കാബിടുന്നതല്ലേ. അപ്പോൾ അത്യാവശ്യം കുറച്ച് ലിറ്റിൽ മേക്കപ്പ് എല്ലാം ചെയ്ത് ഇഷക്കുള്ള ഡ്രസ്സെല്ലാം മാറ്റിക്കൊടുത്ത് ഇഷക്ക് പർദ്ദ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഒരു രസമല്ലേ, മുന്നേ നമ്മളെ അബായ ബിസിനസ്സിൻ്റെ ടൈം നമുക്ക് അവിടെ നിന്ന് ഇഷക്ക് അടിച്ചെന്ന ഒരു പർദ്ദയാണ് കേട്ടോ അത്. അപ്പോൾ ഇപ്പോൾ അത് സെറ്റായി വന്നിട്ടുണ്ട്, നല്ല സൈസെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അതിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതാ ഷയാനും മിഷിയും എല്ലാവരും മാറ്റി ഞാനും റെഡിയായി പെട്ടിയെല്ലാം എടുത്തിട്ട് ഇതാ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. ഇനിയിപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് നമ്മളിങ്ങോട്ടേക്ക് വരിക. വീടെല്ലാം പൂട്ടിയിട്ട് ഇനി അങ്ങോട്ടേക്ക് പോക്കാന്ന് ഇൻഷാ അല്ലാ. വീട് ഫുൾ ടൈം പൂട്ടിയിടലില്ല കേട്ടോ, കാരണം ഇക്കാക്കി ഉപ്പിയും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഇക്കാക്കുള്ള ദിവസം ഓന് ഇപ്പുറത്താണ് കേട്ടോ കിടക്ക. പിന്നെ എപ്പോഴും ഫുൾ ടൈം പൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലും പിന്നെ പൊടിയും കാര്യങ്ങളെല്ലാം ആയിരിക്കും വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഓനുണ്ടായി കഴിഞ്ഞാൽ ഓനും ഇവിടെ കിടക്കും. പിന്നെ ഇടയ്ക്ക് ഉമ്മയും ഉപ്പയും ഫസ്നിയും എല്ലാവരും അപ്പുറം പോയി കിടക്കും കേട്ടോ. 2 വീടും അങ്ങനെ എപ്പോഴും പൂട്ടിയിടലൊന്നുമില്ല, തൊട്ടടുത്തായതുകൊണ്ടുള്ള ഏറ്റവും ഗുണമാണ് കേട്ടോ. പിന്നെ മാസത്തിൽ ഒരാൾ വന്ന് ക്ലീൻ ആക്കും അങ്ങനെ. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാണ്ട് ഫുൾ ടൈം പൂട്ടിയിട്ട് കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മളിതാ പിന്നെ വീടെല്ലാം പൂട്ടി റെഡിയായി എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഷാർപ്പ് ടൈമിന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെന്താ വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ബൈ പറഞ്ഞാൽ നമ്മളിതാ നേരെ എയർപോർട്ടിലേക്ക് പോക്കാന്ന്. ഇശമോക്ക് ചെറിയൊരു ഇതുണ്ടേനു കേട്ടോ, കേരിമ്പാടും ഒരു ഇതുണ്ടേനു. പോക്കാൻ നോക്ക് തിരിഞ്ഞ് നമ്മൾ പോന്നാന്നുള്ള ഒരു ഫീലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുഖം കണ്ടാൽ ഇങ്ങക്ക് തിരിയുമല്ലോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോക്കാന്ന്. ഇനി നമുക്ക് എയർപോർട്ടിലെത്തിയിട്ട് ബാക്കി കാണാം. നമ്മളിതാ ഓൺ ടൈം എയർപോർട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളെ പെട്ടിയെല്ലാം റാപ്പ് ചെയ്തിട്ട് ഞാൻ പേരെല്ലാം എഴുതി സെറ്റാക്കലാണ്. നമ്മൾ മാത്രമല്ല കേട്ടോ, എൻ്റെ 2 കസിൻസും കൂടിയുണ്ട്. നിങ്ങൾ മടിക്കേരിയിൽ ഫാസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഓനും ഉണ്ട്. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളും മോളെ 2 മക്കളും. അങ്ങനെ നമ്മൾ 2 കസിൻസും ഇതുവരെ ലൈറ്റാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പിന്നെ ഇപ്പം നിങ്ങൾ ഈ ഒരു ടീമിനെ കണ്ടിട്ടില്ലേ, ആ ടീമിനെ നിങ്ങൾ നോക്കി വെച്ചോട്ടാ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് പറയാം. നമ്മളിപ്പോൾ കറക്റ്റ് ടൈം എത്തിയിട്ട് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കലാണ് കേട്ടോ. നമ്മളെ കസിൻസിനെ അവരെത്തിയിട്ടില്ലേനു, അവരൊരു 10-15 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസെല്ലാം എടുത്തിട്ട് ഇങ്ങനെ നിൽക്കലാണ്.
അങ്ങനെ അവരെല്ലാം എത്തിയിട്ടുണ്ട്. പിന്നെ ഇനി അവരോടെല്ലാം യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. എത്തിയിട്ട് നമ്മൾ അവരെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഈ ടീമിന് നിങ്ങൾ നോക്കി വെച്ചോട്ടാ, ഒരു ഉപകാരവും ഇല്ലാത്ത ലൊട്ട സർവീസാണ് കേട്ടോ ഇവരത്. എന്തേനു സ്പീഡ് വിങ്സ്. ഇവരെ സർവീസ് വെറും പക്ക ഫ്രോഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 1000 രൂപയാണ് കേട്ടോ ഇവർ ചാർജ് ചെയ്യുന്നത്. എൻ്റെ കൂടെ തന്നെ ബോർഡിംഗ് പാസ് കിട്ടി, പിന്നെ എമിഗ്രേഷൻ കഴിയുന്നത് വരെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടാണ് കേട്ടോ അവർ പേയ്മെൻറ്റ് വാങ്ങിക്കുന്നത്. ഒരു കാരണവശാലും ഒരാൾക്കാരും ഈ ഒരു സ്പീഡ് വിങ്സ് എടുക്കരുത്, സർവീസ് എടുക്കരുത്. കുട്ടികളുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് എടുക്കരുത്. കാരണം അമ്മാതിരി പറ്റിക്കലാണ് കേട്ടോ അവർ പറ്റിക്കുന്നത്. ഇവരില്ലേ പുറത്തുനിന്ന് ക്യൂന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറ്റുക. പൈസ കൊടുത്തോ നമ്മൾ പെട്ട്. ഇവർ ബോർഡിംഗ് പാസ് കിട്ടുന്നത് വരെ ഒരു 10 മിനിറ്റ് നമ്മളോട് അവിടെ ഇരുന്നോ എന്ന് പറയും. അത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളും കൂടി അവരെ കൂടെ ക്യൂ നിൽക്കണം. പിന്നെ ഒരാളാണ് നമ്മളെ കൂടെ ഉണ്ടാവുക, പിന്നെ ഒരു 3-4 കസ്റ്റമേഴ്സും ഉണ്ടാവും ഇതേപോലെ സർവീസ് എടുത്തത്. അപ്പോൾ ഒരാളാണെങ്കിൽ പിന്നെയും സീനില്ലേ. ഇതിപ്പോൾ ഒരു 3-4 ആൾക്കാർക്ക് ഇവരൊരാളാണ് വരിക ഉള്ളിലേക്ക്. അപ്പോൾ അവരെല്ലാം ചെയ്യുന്നത് വരെ നമ്മൾ അവരെയും വെയിറ്റ് ചെയ്തിട്ട് ക്യൂ എക്സ്ട്രാ നിൽക്കേണ്ടി വരും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ലേ. അപ്പോൾ പകുതിക്ക് ഇവരെ കാണുന്നില്ല. പിന്നെ ഷിസമോളാണെങ്കിൽ ഫുള്ള് കരച്ചിൽ. പിന്നെ എല്ലാവരും കൂടി ചൂടായി സംസാരിച്ച് സീനാക്കിയതിന് ശേഷം ഞാനും കുറച്ച് നല്ലോണം സംസാരിച്ച് എന്തെന്നാ ഇത് നിങ്ങളെ ഇത് അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞ് കുറച്ച് ഇതായിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ദേഷ്യം വരും. എന്ന് വെച്ചാൽ 1000 രൂപയും കൊടുത്ത് സർവീസ് എടുത്തിട്ട് അവർ മുങ്ങിക്കഴിഞ്ഞാലുള്ള ഒരവസ്ഥ ഉണ്ടല്ലോ, വല്ലാത്തൊരവസ്ഥയായിരുന്നു. കാരണം എനിക്ക് ഷിസയും ഇഷിയും ഒരേപോലത്തെ ആയതുകൊണ്ട് സീനേനു. അപ്പോൾ ഞാൻ ചൊറയാക്കിയിട്ട് ഒരു പെണ്ണിനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് ഓള് വന്നിട്ടുണ്ടേനു കേട്ടോ. ഓളെന്നോട് പറയാം നമ്മളിതൊന്നും അറിയില്ല, നമ്മൾ അറിയാത്തതുകൊണ്ടാണ് കേട്ടാന്നല്ലാന്ന് അവർ പറയുന്നത്. വേറൊരാളോട് പറയുമ്പോൾ അവർ പറയും നമ്മളറിയില്ല, നിങ്ങളെ ഏതോ ആളെയാ ഏൽപ്പിച്ചിന് അങ്ങനെ. അപ്പോൾ ഇവരെ ലൊട്ടിലൊടുക്ക് ന്യായാന്ന് കേട്ടോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. ഇവളോട് ചോദിക്കുമ്പോൾ ഞാനറിയില്ല, മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ ഞാനറിയില്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എടുക്കണ്ട. നിങ്ങൾ ഒറ്റയ്ക്ക് ആകെ ഒരു പെട്ടി എടുത്തിട്ട് വെയിറ്റ് നോക്കുന്നിടത്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് പണിയുള്ളൂ. ബാക്കിയെല്ലാം സ്മൂത്തായിട്ട് നടന്നോളും. കുട്ടിയുണ്ടെങ്കിൽ നമ്മളെ കുട്ടീനെ നമ്മൾ തന്നെ തട്ടണം, അവർ തട്ടുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെറുതെ 1000 കളയണ്ടെന്നല്ല, ഇവരെ സർവീസ് പക്ക ഫ്രോഡാണ്. അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം, ഒരു പേടിയില്ല കേട്ടോ. അപ്പോൾ എടുക്കേ വേണ്ട. പിന്നെ ഉള്ളിലുള്ള എമിഗ്രേഷനിൽ ഒരു സാറും പറയുന്നുണ്ട് എന്തിനാണ് എടുക്കുന്നത്, അവരെ സർവീസിന് എല്ലാവരും കംപ്ലൈൻറ്റ് പറയുന്നത്. ആ സാർ തന്നെ പറയുന്നുണ്ടേനു കേട്ടോ. ഞാൻ ചോദിച്ചു സാറിനോട് വീഡിയോ എടുക്കട്ടെ നിങ്ങൾ പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് പിന്നെ ഇവിടെ ഫോട്ടോ അലോഡല്ല, പുറത്തുനിന്നെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത പ്രാവശ്യം പോകുന്നുണ്ടെങ്കിൽ അയാളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുന്ന ഒരു വീഡിയോ എന്തായാലും ഞാൻ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എടുക്കണ്ട കേട്ടോ, സ്മൂത്തായിട്ട് പോവും. ഞാൻ പറഞ്ഞ പോലെ തന്നെ. പിന്നെ കുട്ടികളെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും എടുത്താൽ മതി എന്നെല്ലാം വിചാരിക്കും. 1000 അല്ല കേട്ടോ, പക്ഷെ അവർ എന്താ പറയുക പറഞ്ഞ് പറ്റിക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു വിധത്തിൽ നമ്മൾ ഷിസമോൾ ഫുള്ള് കരച്ചിലേനു കേട്ടോ. എനിക്ക് പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കരച്ചിലേനു. ആൾക്കാരെല്ലാം കൂടി എന്നോട് ക്യൂ നിൽക്കണ്ട, നിങ്ങൾ മുന്നിലേക്ക് പോട്, സാരയില്ല കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടേനു. ഞാൻ എയർപോർട്ടിലെത്തിയിട്ടുണ്ടേനു കേട്ടോ. ഒരു 12:30 മണിക്ക് എയർപോർട്ടിലെത്തിയ എനിക്ക് 1 മിനിറ്റ് പോലും ഇരിക്കാനോ വാഷ്റൂമിൽ പോകാനോ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. ബോർഡിങ് ടൈം ആയിട്ടുണ്ടേനു കേട്ടോ. കറക്റ്റ് 3 മണിക്കാണ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു ടൈം തന്നെയാണ് ഞാൻ എത്തിയിട്ടുള്ളത് കേട്ടോ. 1 മിനിറ്റ് പോലും എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെയെല്ലാം പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ അതെല്ലാം വിട്, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്ലൈറ്റിൽ കയറി കുറച്ച് വീഡിയോസ് എടുത്ത്, പിന്നെ ഷിസമോക്ക് പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓക്ക് ലിറ്റിൽ ഏവിയേറ്റർ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് നമ്മളെ പേരും ഈ ബോർഡിംഗ് പാസിൽ എടുത്ത് പോയിട്ട് ഒക്കെ ഒരു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ജസ്റ്റ് വീഡിയോ എടുത്തതാണ്.
ഫ്ലൈറ്റ് കയറി പിന്നെ ഷിസമോള് വലിയ സീനില്ല കേട്ടോ. കയറുമ്പോൾ ഉള്ള ആ ഒരു ദേഷ്യവും വാശിയേ ഉള്ളൂ. പിന്നെ ഓള് ഫീഡെല്ലാം ചെയ്ത് സെറ്റായതിന് ശേഷം ഒന്ന് ഉറങ്ങി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇഷമോളെല്ലാം ഒന്ന് ഉറങ്ങി റെഡിയായി. അങ്ങനെ നമ്മൾ റിയാദിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോക്കാണ്. ഓൾമോസ്റ്റ് ലാൻഡ് ചെയ്യാനായിട്ടുണ്ട്. ഇഷൻ്റെ മുഖത്ത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അവള് മുന്നേ പോയതാണെങ്കിലും ഇപ്പാണല്ലോ കുറച്ചൊരു ബുദ്ധി വന്നിട്ട് പോകുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് അങ്ങനെ ഇങ്ങനെ അതെന്താ ഇതെന്താ ഫുൾ ഡൗട്ട് ആയിരുന്നു കേട്ടോ. അങ്ങ് എത്തുന്നവരെ കുറച്ച് സമയം ഉറങ്ങിയത് ഒഴിച്ച് ബാക്കി ഫുൾ ടൈം സംസാരം തന്നെയായിരുന്നു കേട്ടോ. അതെന്നാ അവരെ ഇതെന്നാ മറ്റേതെന്നാ അങ്ങനെയെല്ലാം ചോദിച്ചിട്ട്. അപ്പോൾ കുറേ സമയം നമ്മളങ്ങനെ വർത്താനം പറഞ്ഞ് നമ്മൾ ഏകദേശം ലാൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ലൈവ് സർട്ടിഫിക്കറ്റ് തരുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞു ഫോട്ടോ എടുക്കണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നാൽ മതി, നമുക്ക് ഫോട്ടോ എടുക്കാമെന്നുള്ളത്. ഞാൻ വിചാരിച്ചു നമ്മൾ ക്യാപ്റ്റൻ്റെ കൂടെ ആയിരിക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാമെന്ന്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ ക്രൂവിൻ്റെ കൂടെയാണ് കേട്ടോ ഫോട്ടോ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ സേഫായിട്ട് റിയാദിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ചെറിയും പിന്നെ വസ്നാൻ്റെ ഹസ്ബൻഡും എല്ലാം പുറത്തുണ്ട് കേട്ടോ. പിന്നെന്താ നല്ല ഒരു ടയേർഡ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണമൊന്നുമില്ല, കാരണം ഇന്നലെ രാത്രിക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. എങ്ങനെയെങ്കിലും ഒന്ന് റൂമിലെത്തിയിട്ട് നിവർന്ന് കടന്നാൽ മതിയേനു എന്നുള്ളൊരിതിലേനു കേട്ടോ ഞാൻ. പിന്നെ ഇഷയാണെങ്കിൽ ഫുള്ള് നടത്തവും ഓരോരോ കാഴ്ചകളിങ്ങനെ കണ്ട് രസിക്കലേനു കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ട് പിന്നെ വലിയ സീനൊന്നുമില്ല. വേഗം തന്നെ നമ്മളെ പെട്ടിയും ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇവിടെ എത്തി വാഷ്റൂമിലെല്ലാം പോയി പമ്പേഴ്സെല്ലാം ചേഞ്ചാക്കി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ജെറിനെ കണ്ടിട്ടുണ്ട്. കൂടുതൽ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഇവിടെ ഇറങ്ങുമ്പം തന്നെ തണുത്ത് വിറച്ച് ഒരു വകയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര തണുപ്പേനു കേട്ടോ. പിന്നൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ ദമാമിലേക്ക് തന്നെ പോക്കാന്ന്. ഫസ്റ്റ് നൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിയാദിലെല്ലാം 2 ദിവസം സ്റ്റേ ആക്കിയിട്ട് പോകാമെന്നെല്ലാം വിചാരിച്ചിനേനു. പക്ഷേ ഓള് നാട്ടിലെത്തിയല്ലോ. ഇനിയിപ്പോൾ തിരിച്ച് നേരെ ദമാമിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച്. ഇഷക്കേനു കേട്ടോ ഭയങ്കര സന്തോഷമോ എന്തെന്നില്ലാത്ത സന്തോഷേനു കേട്ടോ അവൾക്ക്, മാഷാ അല്ലാ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. നല്ല ചിക്കൻ മന്തി തന്നിട്ടുണ്ടേനു ഇവിടുത്തെ. പിന്നെ ഇതാ റിയാദിൽ നിന്ന് ദമാമിലേക്ക് പോകുന്ന വഴിക്ക് ഇവർ ഫുൾ ഉറക്കേനു കേട്ടോ. നല്ല ഉറക്കം. ഇനിയിപ്പോൾ എൻ്റെ ഉറക്കമൊന്നും നോക്കണ്ട, ഇവർ എന്തായാലും അവിടെ എത്തുമ്പോഴത്തേക്ക് ഉറങ്ങി തെളിയും. ഇനിയിപ്പോൾ എൻ്റെ ഉറക്കം നാളെ നോക്കിയാൽ മതി എന്തായാലും. അങ്ങനെ അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ പിറ്റേന്ന് രാവിലെ നല്ല കട്ടൻ ചായയും കുടിച്ച് നമ്മൾ രാവിലത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കത്തലിന് നല്ല കല്ലുമ്മക്കായും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പിന്നെ ബ്രെയിനും പിന്നെ ഉമ്മ റോട്ടിയും കറിയിലാക്കിയിട്ടുണ്ടേനു. ഓൾറെഡി പറഞ്ഞല്ലോ ജെറിൻ്റെ ഉമ്മയും ഉപ്പിയും 1.5 മാസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടേനു കേട്ടോ. എന്നരേ എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ വരായിച്ചാന്ന് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. കാരണം ഇവിടെ വന്നിട്ടെന്തിനാ റൂമിൽ പൂട്ടിയിട്ടിട്ട് പോയല്ലേ വേണ്ടത്. പിന്നെ കുട്ടിക്ക് നിൽക്കാനൊരാഗ്രഹം ഉണ്ടാകും. പിന്നെ ചെറിയ കുട്ടീനെ കൊണ്ടൊന്നും ഇവിടെ നിൽക്കൽ സീനാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുട്ടിക്ക് 1 വയസ്സെല്ലാം ആയിട്ട് വരാമെന്നേനു എൻ്റെ മനസ്സിലുള്ളൊരു പ്ലാന്. പക്ഷെ നടന്നിട്ടില്ല. അതിനതിലും മുന്നേ വരുത്തിച്ചിട്ടുണ്ട്. പിന്നെ ഓൾറെഡി നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മളെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന് 24 ജനുവരി. ഇഷക്ക് 3 വയസ്സായിട്ടുണ്ട്. എൻ്റെ വയസ്സ് ഞാൻ പറയുന്നില്ല കേട്ടോ, നിങ്ങൾ ഊഹിച്ചോ എത്രയാണ് നിങ്ങൾ ഗെസ് ചെയ്തിട്ട് വരാട്ടോ. അപ്പോൾ അന്ന് തലേന്ന് 23-ന് രാത്രി ജെറി പുറത്തെല്ലാം പോയി ഓക്കുള്ള ഡ്രസ്സും കേക്കും ബീലബാനും ഇതെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പിറ്റേന്ന് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്
രാത്രി 12 മണിക്ക് തന്നെ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഒരു ടയേർഡ് കാരണം അന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഞാൻ പറഞ്ഞ് നമുക്ക് മറ്റേ 24-ൻ്റെ 12 മണിക്ക് മുന്നേ നമുക്കെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ പുറത്തെല്ലാം പോയി ഫുഡെല്ലാം കഴിക്കാമെന്നേനു കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ വിചാരിച്ച് മതി റൂമിൽ നിന്ന് തന്നെ ആക്കാമെന്ന്. പെട്ടെന്നേനു കേട്ടോ പ്ലാൻ മാറ്റിയത്. റൂമിൽ നിന്നാകുമ്പം കുറച്ചും കൂടി ഒരു ഇത് കിട്ടും, ഒരു സ്പേസ് കിട്ടും നമുക്കെല്ലാം. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. എല്ലാം പെട്ടെന്നേനു കേട്ടോ. പിന്നെ ഇഷിയും ചെറിയ ഇടുന്ന കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. കേക്കിൽ എൻ്റെ പേരുണ്ടെങ്കിലും എനിക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. കാരണം ഇവരെല്ലാം ഉള്ളതുകൊണ്ട് എനിക്കൊരു മടി. ഞാൻ പറഞ്ഞ ആയിഷനെയും കൊണ്ട് നിങ്ങൾ തന്നെ കട്ട് ചെയ്തോന്ന്. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തത് ഫുഡ് വിളമ്പാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. അങ്ങനെ ആരുമില്ല കേട്ടോ. നമ്മളടുത്തുള്ള ചെറിയ അടുത്ത 2 ഫ്രണ്ട്സും അവരെ ഫാമിലിയും അങ്ങനെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഫുഡ് നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. നമ്മളെ ദമാമിൽ കിട്ടുന്ന നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയോ പോലും നല്ല ടേസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഓർഡർ ചെയ്തിച്ചതാ വന്നിട്ടുണ്ട്. എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കലാണ്. അപ്പോൾ നമ്മളെ പരിപാടി ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവരെല്ലാം ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കലാണ്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം. ജസ്റ്റ് കുറച്ചൊരു പർച്ചേസ് ഉണ്ട്. പർച്ചേസ് ഒന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നേരെ റൂമിലേക്ക് വരും. ഇപ്പം തന്നെ സമയം ഏകദേശം 11:30-11:45 ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലുലുവിലെല്ലാം പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച് വന്നേരെ ഞാൻ ഇങ്ങനെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു മൂഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പോയിട്ടില്ലേനു കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, പിന്നെ വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരാഴ്ച ആയിട്ടാ നമ്മൾ വന്നിട്ട്. ഇതുവരെ നമുക്ക് ഇവിടെ സെറ്റായിട്ടില്ല കേട്ടോ. അതിന് സെറ്റാണെങ്കിൽ കുറച്ചൊരു 3-4 ദിവസം കൂടി എടുക്കും എന്തായാലും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാ പെട്ടെന്ന് തന്നെ വ്ളോഗായിട്ടെല്ലാം വരണമെന്ന് നല്ല ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ആഗ്രഹങ്ങൾ ഉണ്ടായാൽ പോരല്ലോ, മൂടും കൂടി വേണമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ വ്ളോഗ്. ഞാൻ വന്ന് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ നല്ല ഇടിയും മഴയും കാറ്റും എല്ലാം കേട്ടോ. അവിടെ ആണെങ്കിൽ ഒടുക്കത്തെ തണുപ്പും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻസ് അയച്ചറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.